ഹലോ ഫ്രണ്ട്സ്, കൊമേഴ്സ് മീഡിയയാണ്. നമ്മുടെ കൊമേഴ്സ് മീഡിയ എന്ന യൂട്യൂബ് ചാനൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് +2 അക്കൗണ്ടൻസി കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിലെ ചാപ്റ്റർ 1 ആയിട്ടുള്ള ഓവർവ്യൂ ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം എന്ന ചാപ്റ്ററുമായിട്ടാണ്. അതിൽ നമുക്ക് ആദ്യം പഠിക്കാനുള്ള ടോപ്പിക്കാണ് മീനിങ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം. നമുക്ക് നോക്കാം. അക്കൗണ്ടിങ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് കമ്പ്യൂട്ടർ ഈസ് കോൾഡ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്. കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടു കൂടിയുള്ള അക്കൗണ്ടിങ് ആണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം refers to the process of accounting transaction through the use of ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ. ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും ഉപയോഗിച്ച് അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻ പ്രോസസ്സ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം. ഇൻ ഓർഡർ ടു പ്രൊഡ്യൂസ് അക്കൗണ്ടിങ് റെക്കോർഡ്സ് ആൻഡ് റിപ്പോർട്ട്സ്. അക്കൗണ്ടിങ് റെക്കോർഡ്സും റിപ്പോർട്ട്സും പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം ഉപയോഗിക്കുന്നത്. അതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് കമ്പോണൻസ് ഓഫ് എ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം നോക്കാം. ഫസ്റ്റ് വൺ ആണ് പ്രൊസീജിയർ. ലോജിക് സീക്വൻസ് ഓഫ് ആക്ഷൻ ആണ് പ്രൊസീജിയർ. സെക്കൻഡ് വൺ ആണ് ഡാറ്റ. റോ ആയിട്ടുള്ള ഫാക്റ്റാണ് ഡാറ്റ. തേർഡ് വൺ ആണ് പ്യൂപ്പിൾ അഥവാ യൂസേഴ്സ്. ഫോർത്ത് വൺ ഹാർഡ്വെയർ. മൗസ്, കീബോർഡ്, മോണിറ്റർ ഇതൊക്കെയാണ് ഹാർഡ്വെയർ. ഫിഫ്ത്ത് വൺ ആണ് സോഫ്റ്റ്വെയർ. സിസ്റ്റം സോഫ്റ്റ്വെയർ, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഇതൊക്കെയാണ് സോഫ്റ്റ്വെയർ. അതിൽ സിസ്റ്റം സോഫ്റ്റ്വെയറിനെ കുറിച്ച് നമുക്ക് നോക്കാം. സിസ്റ്റം സോഫ്റ്റ്വെയർ ഈസ് എ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ഡിസൈൻ ടു പ്രൊവൈഡ് എ പ്ലാറ്റ്ഫോം ടു അതർ സോഫ്റ്റ്വെയർ. എക്സാമ്പിൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, വിൻഡോസ്, ലിനക്സ്, ഉബുണ്ടു ഇതൊക്കെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് എക്സാമ്പിളാണ്. അടുത്തതാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. സോഫ്റ്റ്വെയർ ദാറ്റ് അലോ യൂസേഴ്സ് ടു ഡു തിങ്സ് ലൈക്ക് പ്ലേ ഗെയിംസ്, ലിസൺ ടു മ്യൂസിക്, ഡു അക്കൗണ്ടിങ് വർക്ക് ഓർ സർഫ് ദ വെബ് ഈസ് കോൾഡ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ആപ്സായ ഗെയിം കളിക്കാൻ ഉപയോഗിക്കുന്ന, അതുപോലെ പാട്ട് കേൾക്കാൻ ഉപയോഗിക്കുന്ന, അക്കൗണ്ടിങ് വർക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ സെർച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന അങ്ങനെയുള്ള സോഫ്റ്റ്വെയറാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ഡാറ്റ ആൻഡ് ഇൻഫോർമേഷൻ. ഡാറ്റയും ഇൻഫോർമേഷനും തമ്മിലുള്ള വ്യത്യാസം. ഡാറ്റ എന്ന് പറഞ്ഞാൽ റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ആണ്. റോ മെറ്റീരിയലാണ്. ഇറ്റ് ക്യാനോട്ട് ബി ഡയറക്റ്റ്ലി യൂസ്. നേരിട്ട് ഉപയോഗിക്കാൻ സാധിക്കില്ല. ഇറ്റ് കാണ്ട് പ്രൊവൈഡ് ക്ലിയർ മീനിങ്. അതിന് പ്രത്യേകിച്ചൊരു മീനിങ് ഉണ്ടായിരിക്കില്ല. അടുത്തതാണ് ഇൻഫോർമേഷൻ. ഇറ്റ് ഈസ് പ്രോസസ്ഡ് ഡാറ്റ ആക്ട് ആസ് ഫിനിഷ്ഡ് പ്രൊഡക്റ്റ്. ഡാറ്റ പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോഴാണ് ഇൻഫോർമേഷൻ കിട്ടുക. അത് ഫിനിഷ്ഡ് പ്രൊഡക്റ്റായിട്ട് ആക്ട് ചെയ്യും. ഇറ്റ് ക്യാൻ ഡയറക്റ്റ്ലി യൂസ്. അത് ഡയറക്റ്റ്ലി യൂസ് ചെയ്യാൻ പറ്റും. ഇറ്റ് ക്യാൻ പ്രൊവൈഡ് ക്ലിയർ മീനിങ്. അതിന് പ്രത്യേകിച്ചൊരു മീനിങ് ഉണ്ടായിരിക്കുന്നതാണ്. ഇത്രയാണ് ഈ ചാപ്റ്ററിൽ ഫസ്റ്റ് പാർട്ടിൽ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.